നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ലാമ കേസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക? ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നമ്മൾ പാനിക്കാകുന്നു. പലപ്പോഴും അത് തന്നെ സംഭവിക്കുക. അവരുമായിട്ട് തർക്കങ്ങളുണ്ടാകുക, ആ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറും നമ്മളുമായിട്ട് നല്ലതല്ലാത്തൊരു സാഹചര്യം അവിടെ ബിൽഡാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നമുക്ക് നാളെ ഒരു കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കേണ്ട ഒരു ഇൻഡിക്കേറ്റർ ആണെങ്കിലോ? നമ്മൾ വളരെ നല്ല ചികിത്സാ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആശുപത്രിയാണ് അവരുടെ ഡിസീസിന്. എന്നിട്ടും അവർക്കത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണെങ്കിലോ അവർ എഗെയിൻസ്റ്റ് ദ മെഡിക്കൽ അഡ്വൈസ് പോകുന്നതെങ്കിൽ, അപ്പം അതിന് നമുക്ക് കൃത്യമായ ഒരു റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് ദ മെഡിക്കൽ അഡ്വൈസ്. ഒരു പേഷ്യൻറ്റിന് കൊടുത്ത മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം? അത് ട്രീറ്റിംഗ് ഡോക്ടർ ആ എഗെയിൻസ്റ്റ് അഡ്വൈസ് അവർ ഇവിടുന്ന് പോകുന്നതിൻ്റെ കോൺസിക്വൻസസ് അവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ എന്തൊക്കെ ആക്ഷൻ പ്ലാൻസ് ആണ് പേഷ്യൻ്റ്, അറ്റൻഡർ, അവരുടെ ഒരു കൂടെയുള്ള ബന്ധു എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, ഓക്കെ. പക്ഷെ നിങ്ങൾ ഈ പേഷ്യൻറ്റുമായിട്ട് പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം, ഇന്ന ആക്ഷൻസ് എടുക്കണം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലായാൽ അവർ ആ ഒരു സ്റ്റാൻഡ് എടുക്കും. എന്തായാലും അവർ പോകാൻ തീരുമാനിച്ചു. വഴക്കുണ്ടാക്കുക അല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പാനിക്കാകുകയല്ല ചെയ്യേണ്ടത്. അതിന് നമ്മളുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ നമ്മൾ അസ്വസ്ഥമാകാതിരിക്കണമെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാകുമെന്ന് മുൻധാരണ നമുക്കുണ്ടാകണം. ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ അവെയർ ആയിരുന്നാൽ എങ്ങനെയാണ് ആ സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്യേണ്ടത്? പലപ്പോഴും വലിയ അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നത് ചില നോളജ് ഇല്ലായ്മയാണ്. നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചോ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ നമുക്ക് എടുക്കേണ്ട സ്റ്റാൻഡുകളെക്കുറിച്ച് നമുക്ക് ധാരണയില്ലാതെ വരുമ്പോഴാണ് പല ഫാമിലി പ്രോബ്ലംസ് പോലും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്നത്. സോ നമ്മളുടെ അടുത്തേക്ക് സഹായത്തിനായി അവർ വന്നത് നമ്മളുടെ ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്, നമ്മുടെ സ്ഥാപനത്തിൽ ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അതിനുശേഷം അവർക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു ഗൈഡൻസ് ഉണ്ടാവണം, നമ്മൾ എങ്ങനെയാണ് അവരെ വിടേണ്ടതെന്ന്. അത് ഡോക്യുമെൻ്റ് ചെയ്താലത്തെ ഗുണം എന്താ? നമുക്ക് ഫ്യൂച്ചറിൽ ഏതെങ്കിലുമൊക്കെ പോസിബിൾ കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കുന്നതിന് അത് ഉപകരിക്കപ്പെടും. ഇത്രയാണ് AAC 12C says that written guidance governs the discharge of patients ലീവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതിന് റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം, അതിനെ ഫോളോ ചെയ്യൂ. കാരണം അത് സംഭവിക്കാൻ പാടില്ലാത്തതല്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ അത് സംഭവിക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നൊരു ഗൈഡൻസ് ഉണ്ടാവുക. ആ ഗൈഡൻസിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും സഹായകമാകും.